2 മണിക്കൂർ 43 മിനിറ്റ് മാത്രമാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കായി ശേഷിക്കുന്നത്. അതേസമയം BJP പ്രവർത്തകരെല്ലാം വലിയ ആഘോഷത്തിലാണ്, ആഘോഷ തിമിർപ്പിലാണ്. 5 മണിയോടുകൂടി ആ ആവേശം വീണ്ടും കരകവിയും എന്ന തരത്തിൽ തന്നെയാണ് BJP നേതാക്കൾ ഉൾപ്പെടെ നേരത്തെ പ്രതികരിക്കുകയും ചെയ്തത്. BJP സംസ്ഥാന ആസ്ഥാനത്ത് നിന്ന് MG രേണുകയും തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഡാനി പോളും ആണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഡാനി, BJPയുടെ സംസ്ഥാന കാര്യാലയത്തിൽ അവിടെ ഇങ്ങനെയൊരു ആഘോഷവും മേളവും ഒന്നും കാണാനില്ല. 5 മണിയോടുകൂടി ഈ സംസ്ഥാന തലസ്ഥാനത്ത് വലിയ ആഘോഷം ഉണ്ടാകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. തീർച്ചയായും ഈ തൃശ്ശൂർ എന്നത് അങ്ങനെ BJPക്ക് പിടികൊടുക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരിടമേ അല്ല. പക്ഷെ തിരുവനന്തപുരം അങ്ങനെയല്ല. O രാജഗോപാലിനെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത നിയമം ഉൾപ്പെടുന്ന പ്രദേശമാണ്. പലപ്പോഴും BJPയെ കൊതിപ്പിച്ച് നിർത്തുന്ന ഈ BJP സ്ഥാനാർത്ഥികൾ വോട്ടെണ്ണുമ്പോഴൊക്കെ മുന്നിൽ വരികയും അവസാന ലാപ്പിൽ മാത്രം പുറകിൽ പോവുകയും ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവിടെയാണ് തൃശ്ശൂർ അപ്രതീക്ഷിതമായി അക്കൗണ്ട് തുറന്നത്. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് ഇത്രയും വലിയ ആഘോഷ കാഴ്ച നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നതും. ഡാനി, തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയക്കൊടി പാറിക്കുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ഒരാഘോഷം തീർച്ചയായും ഉണ്ടാകും. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരുമായി സുരേഷ് ഗോപിക്ക് വലിയ ബന്ധമുണ്ട്. സിനിമാ മേഖലയിലടക്കം അദ്ദേഹം രാഷ്ട്രീയം നോക്കാതെ പ്രതികരിച്ചിരുന്ന ആളാണ്. സിനിമാ മേഖലയിൽ നിന്ന് ഇതര രാഷ്ട്രീയ പാർട്ടികളിലൂടെ ജനപ്രതിനിധികളായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഇന്നസെന്റിന്റെ വിജയമായിരുന്നു. ഇന്നസെന്റുമായി വലിയ അടുപ്പം പുലർത്തുകയും വിജയത്തിന് ശേഷം സുരേഷ് ഗോപി വിളിച്ച് അഭിനന്ദിച്ചു എന്നൊക്കെ പറയുന്ന പ്രതികരണം നേരത്തെ ഇന്നസെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. രാഷ്ട്രീയം നോക്കാതെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തുന്നവർക്ക് സഹായം അർപ്പിക്കുന്നൊരു സാഹചര്യം കൂടി സുരേഷ് ഗോപിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ തൃശ്ശൂരിൻ്റെ ആഘോഷത്തിന് അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ നിറത്തിന് അപ്പുറം കൂടി പറയേണ്ടതുണ്ട്. ഒപ്പം സംസ്ഥാനത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള ആളുകൾക്ക് പലപ്പോഴായി പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ്. യുവാക്കളായിട്ടുള്ളവർക്ക്, സ്ത്രീജനങ്ങൾക്ക് ഉൾപ്പെടെ വലിയ സഹായങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. നേരത്തെ ടെലിവിഷൻ ഷോകളിലും മറ്റുമൊക്കെ കേരളത്തിന് പുറത്ത് ദന്തൽ വിദ്യാഭ്യാസത്തിന് പോയൊരു പെൺകുട്ടിക്ക് പിന്നീട് തല കീറി ഉൾപ്പെടെ ശസ്ത്രക്രിയ ചെയ്ത് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ നടത്തിയത് സുരേഷ് ഗോപിയായിരുന്നു. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് അവിചാരിതമായി കണ്ടുമുട്ടിയപ്പോഴാണ് ഇങ്ങനെയൊരു അവസരമുണ്ടായത് എന്ന പെൺകുട്ടിയുടെ പ്രതികരണം ഉൾപ്പെടെയൊക്കെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽപ്പെട്ടവർ, സ്ത്രീകൾ ഉണ്ട്, പുരുഷന്മാരുണ്ട്, യുവാക്കളുണ്ട്, പ്രായമേറിയവർ ഉൾപ്പെടെ ഉള്ളവർ അങ്ങനെ സുരേഷ് ഗോപി വിജയിക്കണം എന്ന് ആഗ്രഹിച്ച നിരവധിയായ ആളുകളുണ്ട്. അതിൽ ചിലരുടെ പ്രതികരണങ്ങളാണ് ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പിന്നെ ആളുകൾ ആഘോഷത്തിമിർപ്പിലാണ്. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ സുരേഷ് ഗോപിയുടെ വിജയത്തെ ആഘോഷിക്കുകയാണ്. പ്രത്യേകിച്ച് BJP പ്രവർത്തകർ വലിയ
ആവേശത്തിൽ തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിലടക്കം അത് ആ ആവേശം കാഴ്ച കാണാൻ സാധിക്കുന്നു. ഒരുപക്ഷെ BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെയൊരു സുവർണാവസരത്തിന് വേണ്ടി അവർ വർഷങ്ങളായി കാത്തിരിക്കുന്നതാണ്. ആ കാത്തിരിപ്പിന് വിരാമമായതിൻ്റെ ആഘോഷം തന്നെയാണ് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്.